ഒരു ചോദ്യമാണ് എന്താ നമ്മൾ ഈ മുജാഹിദായിട്ട് ഇങ്ങനെ ബന്ധപ്പെടരുത്, അവരുമായി കല്യാണ ബന്ധം നടത്തരുത്, അവരുടെ മദ്രസയിൽ പഠിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇയാളുടെ മകള് ഒരു സലഫി മദ്രസയിലും കൂടിയാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സലഫികളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ വളരെ ഗൗരവപരമായ അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഒരു മുസ്ലിയാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ ഡിവൈസിലുള്ള മലയാളം ഖുർആൻ ട്രാൻസ്ലേഷൻ കാണിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ വല്ലാതെ ഹാലിളകിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഖുർആൻ പരിഭാഷപ്പെടുത്തുകയും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വല്ലാതെ ഹാലിളകി അദ്ദേഹം പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സലഫി മദ്രസകളിൽ പോകരുതെന്ന് ഇത്തരക്കാർ പറയുന്നതെന്നറിയോ? കാരണം ഹക്ക് ബോധ്യപ്പെടും. മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ സത്യം മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പല സംഗതികളും പൊളിയും. ആത്മീയ ചൂഷണം, ഇസ്തിഹാസ, തവസ്സുല്, റാത്തീബ്, കുത്തുബിയത്ത്, മൗലൂദ്, നേർച്ച, ഉറൂസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഹക്ക് സത്യാവസ്ഥ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും. അതോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് വരും. ഇവരുടെ വരുമാനം മുട്ടും, കഞ്ഞികുടി മുട്ടും. ഇതുകൊണ്ടിട്ടാണ് സലഫികൾ തീവ്രവാദികളാണെന്നുള്ള ചാപ്പ കുത്തിക്കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് സലഫി മദ്രസയിൽ പഠിപ്പിക്കുന്നത് അറിയോ? തൗഹീദ്, അള്ളാഹു അല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവനെ മാത്രം ആരാധിക്കണം എന്നുള്ള ആ ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ് പഠിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് എന്ത് ചെയ്യും? സലഫി മദ്രസയിൽ പഠിപ്പിക്കും. ഫിഖ്ഹും താരീഖും അഖ്ലാഖും അഖീദയും ഖുർആന്റെ തജ്വീദ് നിയമങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? സലഫി മദ്രസയിൽ പഠിപ്പിക്കും. അപ്പൊ ഇത്തരം പഠനങ്ങൾ ഇത്തരക്കാരുടെ ആത്മീയ ചൂഷണങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സലഫി മദ്രസകളെയൊക്കെ എന്ത് ചെയ്യും? ഇവർ ചാപ്പ കുത്തും. അവരുടെ വിശ്വാസം വേറെയാണ്, അവർക്ക് അമ്പിയാക്കളോടും മൗലിയാക്കളോടും റെസ്പെക്റ്റ് ഇല്ല, സ്നേഹമില്ല, അവരങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്താം. അതല്ലാതെ യാതൊരു അടിസ്ഥാനവും ഇല്ല. സലഫി മദ്രസ കൃത്യമായിട്ടുള്ള യഥാർത്ഥ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന മദ്രസയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. പാഠപുസ്തകങ്ങളിൽ പോലും ശിർക്കിന് വേണ്ടി, ഇസ്തിഗാസക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മതപഠനം അത് കൃത്യമായ സ്രോതസ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ പരലോകം, നമ്മുടെ മക്കളുടെ പരലോകം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല.